കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു എവേ മത്സരത്തിൽ ജംഷഡ്പൂരിനോട് പോയി നല്ല വൃത്തിക്ക് തോറ്റിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് ഫുൾ ടൈം ബോസിലിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്തുവാ ഫ്രസ്ട്രേറ്റിംഗ് നൈറ്റിംഗ് ജംഷഡ്പൂർ. 11 വർഷമായിട്ട് ഞങ്ങളിവിടെ ഫാൻസ് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ ഫ്രസ്ട്രേഷൻ. ഇത് ഭയങ്കര ശീലമായതുകൊണ്ടേ ഇപ്പം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുകയല്ലേ, അടിച്ചോ, തോറ്റോ എന്നുള്ള മൈൻഡിലാണ് ഇപ്പോൾ കളി കാണുന്നത്. എന്താണെങ്കിലും അതിന് വളരെ നന്ദി. കാരണം ഇത്രയും ഇമോഷണലായിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഫാൻസിന് ആ ഒരു സ്ഥിതിയിലേക്കെങ്കിലും എത്തിച്ചല്ലോ. വളരെ വളരെ സന്തോഷമുണ്ട് എന്നുള്ളതാണ്. സോ എനിക്കറിഞ്ഞൂടാ ഞാൻ എന്താണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്നുള്ളത്. കാരണം സാധാരണ ഗതിയിൽ നമ്മൾ കുറച്ചെങ്കിലും പോയിന്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ എന്താ പറയുക, വളരെ കച്ചറ കളി ആണ്, ഒന്നും പറയേണ്ടതില്ല. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ ജംഷഡ്പൂർ FC-യുടെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീൽ, പുള്ളി ഹറാം ബോളിൻ്റെ ആളാണ്. സോ പുള്ളിക്ക് എങ്ങനെയെങ്കിലും ആ 3 പോയിന്റ് നേടിയെടുക്കണം, ആ ഒരു മൈൻഡിലാണ് പുള്ളി കളിച്ചത്. അവർക്ക് കിട്ടിയിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു അവസരം അത് മുതലാക്കി, അത് ഗോളാക്കി മാറ്റി. ആ ഒരൊറ്റ ഗോളിൻ്റെ പേരിൽ അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സോ ആ ഗോളിൽ ഇപ്പോൾ പലരും പറയായിരിക്കും അത് ഓഫ് സൈഡ് വിളിച്ചു പിന്നെ, പക്ഷേ അത് സത്യത്തിൽ ഓഫ് സൈഡ് അല്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് ക്ലിയർ ആയിട്ടുള്ളൊരു ഗോൾ തന്നെയായിരുന്നു. സോ യെസ്, അങ്ങനെ ആ ഒറ്റ ഗോളിലാണ് അവർ ജയിച്ചത്. പിന്നെ അവർക്ക് ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ നമുക്കാണ് മത്സരത്തിൽ ഇപ്പം അറ്റാക്കിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് അറ്റാക്കിംഗ് മൂവ്സ്, പ്രത്യേകിച്ച് ആദ്യ പകുതി തുടങ്ങി എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ തന്നെ നോവയ്ക്കൊരു 2 ഗോളെങ്കിലും അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. സോ അത് സംഭവിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞില്ല, അവരുടെ ഡിഫെൻസീവ്ലി അവർ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. അത് കടന്ന് ഗോൾ അടിക്കുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടായിരിക്കും. കിട്ടുന്ന ഒരു അവസരത്തിൽ അവർ അടിക്കും. ജംഷഡ്പൂരിൻ്റെ രീതി അതാണ്. സോ അത് തന്നെയാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഇപ്പം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും കളിയുടെ തുടക്കത്തിൽ ബാക്ക് ടു ബാക്ക് കാര്യങ്ങൾ, അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ എനിക്ക് ഒരു 75 മിനിറ്റ് മുതൽ 85 മിനിറ്റ് വരെ കാണാൻ പറ്റിയില്ല, ഇടയ്ക്ക് നെറ്റ് പോയി. സോ സാധാരണഗതിയിൽ എനിക്ക് നെറ്റ് ഒക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇത് അത്രയും എന്താ പറയുക, ജീവിതത്തിലൊരു 10 മിനിറ്റ് ഫ്രസ്ട്രേഷൻ അടിക്കാതിരിക്കാമല്ലോ എന്നുള്ള അവസ്ഥയായിരുന്നു ഈ ഒരു 10 മിനിറ്റ് പോയപ്പോഴത്തേക്കും തോന്നിയത്. അതാണ്. ഇനിയിപ്പോൾ ഓരോ പ്ലേയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ച ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ടീം നമ്മളാണല്ലോ. നമ്മുടെ ഇന്നത്തെ ലൈനപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ 3 വിങ് ബാക്കുകളാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ 3 വിങ് ബാക്കുകളെ ബെഞ്ചിലിരുത്തുന്നത്. നമ്മൾ പൊതുവെ ഡിഫെൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഏത് ടീമാണെങ്കിലും വളരെ കുറവ് നടത്തുന്നൊരു ഏരിയയാണ്. അവിടെ 3 വിങ് ബാക്ക്, ഒരു പൊസിഷനിൽ കളിക്കുന്ന 2 റൈറ്റ് ബാക്കുകൾ, അതുപോലെ ഒരു ലെഫ്റ്റ് ബാക്ക്, എന്തിനാണ് അത്രയും 4 പേര് തന്നെ, ഗോൾ കീപ്പർ ഉൾപ്പെടെ 5 പേര് തന്നെ ഡിഫെൻസീവ് പ്ലേയേഴ്സാണ്. പിന്നെ നമുക്ക് വേറെ പൊസിഷനിൽ ഇറക്കാൻ പ്ലേയേഴ്സിൽ എങ്കിലും പറയും നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഓരോ പ്ലേയേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പിന്നെ വേഴ്സ്റ്റ് പെർഫോമൻസ് വെച്ച് പറയുകയാണെങ്കിൽ സന്ദീപ് സിംഗ് എന്താ പറയുക, വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു. അതുപോലെ മിഡ്ഫീൽഡ് ചത്ത് കിടന്നൊരു മിഡ്ഫീൽഡ് എന്ന് പറയാം. അതുപോലെ നോവ ഈ ഒരു മത്സരത്തിൽ ഒരു മോശം പ്രകടനം തന്നെ നടത്തിയിട്ടുള്ളൊരു മത്സരമായിരുന്നു. പിന്നെ നമുക്ക് ഒരു നമ്പർ 9 എന്ന ലെവലിൽ ഇപ്പോൾ പെപ്പറെ അദ്ദേഹത്തിന് ഫിസിക്കൽ ഇത് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞുള്ള പുള്ളി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് സൂപ്പർ സബ്ബായിട്ട് വന്നു കഴിഞ്ഞാൽ കളിക്കുന്നതിൻ്റെ എഫക്റ്റ് എപ്പോഴും അദ്ദേഹത്തിന് ആസ് എ നമ്പർ 9 ഒരു ഗോൾ സ്കോർ. ഇപ്പോൾ യെസൂസ് കളിച്ചിരുന്നെങ്കിലുള്ള ഡിഫറൻസ് ഇതാണ് പറയുന്നത്. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പല മാച്ചിലും നമുക്ക് പോയിന്റ്സ് കിട്ടാനൊക്കെ ഈ യെസൂസിനെ പോലത്തെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒക്കെ ഉള്ള ഒരു പ്ലേയേഴ്സിൻ്റെ ഒരു ഫാക്ടർ വന്നിട്ടുണ്ട് എന്നുള്ളത്. സോ ഈ ഒരു മത്സരം പിന്നെ സച്ചിൻ സുരേഷ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മിസ്സുകൾ സംഭവിക്കുക. എന്തുകൊണ്ടാണ് സ്ഥിരം അദ്ദേഹത്തിൻ്റെ കൈ ഒരു സ്ലിപ്പറി ആയി പോകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് നല്ല സേവുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ മിസ്റ്റേക്സ് സ്ഥിരം വരുത്തുന്നത് ഒരു ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം അല്ല ഒരിക്കലും. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഒരു നല്ല ഗെയിം കാഴ്ചവെച്ച പ്ലെയറായിട്ട് എനിക്ക് തോന്നിയത് കോറു സിംഗ് ആണ്. പക്ഷേ കോറു സിംഗിൻ്റെ കാര്യത്തിൽ കോറുവിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് ആ ഗോൾ വന്നത്. കാരണം അവരുടെ ഒരു കോർണർ സിറ്റുവേഷൻ അത് ക്ലിയർ ചെയ്ത സിറ്റുവേഷനാണ്. സോ അത് കോറുവിൻ്റെ കാലത്തെട്ടിയാണ് വീണ്ടും അവർക്കൊരു അവസരമായിട്ട് മാറിയിട്ട് അത് ഒരു ഗോളിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഈ ഒരു വർഷം നല്ല നല്ല മെമ്മറീസ് ആണല്ലോ നമ്മുടെ ക്ലബ്ബ് നടത്തിയിട്ടുള്ളത്. എനിക്കല്ലാണ്ട് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ചെയ്തൊന്നുമല്ല, ഇപ്പം പറയാൻ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രം. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനി പിന്നീട് സംസാരിക്കാം. കാരണം ഇപ്പോഴത്തെ ഒരു മൂഡിൽ എല്ലാവരും നല്ല മൂഡിലായിരിക്കും എന്നുള്ളത് അറിയാം. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. അപ്പം മറ്റൊരു കാണി ശനിയ.